ഇന്ന് ഷുഗറുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാപ്പിയാണ്. നല്ല ടേസ്റ്റി കാപ്പിയാണ്. അതിനായിട്ട് ഒരു സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളവും വെച്ച് നമ്മൾ വെള്ളം വെച്ചിട്ട് എല്ലാം ഫോൺ സെറ്റ് ചെയ്ത് തന്നപ്പോൾ വെള്ളം തിളച്ച് അത് തിളച്ചൊന്ന് പറ്റണം. അതൊരു 3/4 ഗ്ലാസ് ആകണം. കുറച്ച് നേരം ഇരുന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ചക്കര ഇടണം, ലേശം മധുരത്തിന്. രാവിലെ തന്നെ ഈ ലേശം മധുരം ചെന്നില്ലെങ്കിൽ പാൻക്രിയാസൊക്കെ വർക്ക് ചെയ്യണ്ടേ, പിന്നെ പുള്ളിക്കാരൻ എന്തെങ്കിലും പണി വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് രാവിലത്തെ ഈ കോഫിയെ. നല്ല അടിപൊളി. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾ, ഷുഗർ ഉള്ളവർ. ഇല്ലാത്തവർക്ക് നല്ല ശർക്കരയല്ല കേട്ടോ, ചക്കരയാണ്. അതിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഒരു 3/4 ഗ്ലാസ് ആക്കണം. ആക്കിയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഇത് കാണുന്ന വീഡിയോ കാണുന്ന മുഴുവനുമായിട്ട് പുറകെ ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നത്, യൂട്യൂബ് ചാനൽ പോയി കേട്ടോ. അത് എല്ലാവരും ഒന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനൊന്ന് ഇടയ്ക്കൊന്ന് സിമ്മിലിട്ടിരിക്കുക ഗ്യാസ്. ഇളക്കി കൊടുത്ത് ആ ചക്കര അലിഞ്ഞ് തീരുമ്പോൾ വെള്ളം ഒരുവിധം പറ്റും. ഇപ്പം തന്നെ പറ്റി തുടങ്ങി. അപ്പോൾ ആ ഉലുവയുടെ എസൻസൊക്കെ വീഴും. കയ്പൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. നല്ലപോലെ വെട്ടി തിളച്ച് ആ വെള്ളം പറ്റി വരുമ്പോൾ പാലൊഴിക്കണം. അത് പാലൊഴിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് നമ്മളിങ്ങനെ അരിച്ച് എടുക്കണം. ആ ഉലുവ കഴിക്കുന്നുണ്ട്, ചവച്ച് കഴിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ചവച്ച് കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അത് എന്നാലും അരിച്ച് മാറ്റണം. നമ്മൾ കോഫിയല്ലേ കുടിക്കുന്നത്. അതിനായിട്ടൊരു പാത്രം എടുത്ത് അരിപ്പയും വെച്ച് അത് അരിച്ച് മാറ്റിയതിന് ശേഷം വീണ്ടും നമുക്ക് ആവശ്യത്തിനുള്ള പാലൊഴിക്കണം. ചക്കര അലിഞ്ഞ് നല്ലപോലെ അതിനകത്ത് ഇടുന്ന തവി കൊണ്ടൊന്ന് കുത്തിയപ്പം ചക്കര അലിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇത് ഡെയിലി കഴിക്കണമെങ്കിൽ ഷുഗറുകാർക്കൊന്ന് ലേശം മധുരമൊക്കെ കഴിക്കാൻ ഇടയ്ക്ക് തോന്നാറുണ്ടല്ലോ. അപ്പോൾ ഇത് രാവിലെ ഈ കോഫി കുടിച്ചാൽ നല്ലതാണ്. ഉലുവ എപ്പോഴും ഷുഗറുകാർക്ക് നല്ലതാണ്. ഷുഗർ ഒരു കഞ്ഞിയൊക്കെ വെച്ച്, ഉലുവ കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചാൽ നല്ലതാണ്. ഉലുവ സ്മൂത്തി അടിച്ച് കഴിച്ചാൽ നല്ലതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടാവേ. ഞാനത് ആ കാപ്പി അരിച്ചെടുക്കുന്നുണ്ട്. ഇത്രയും കാപ്പിയുള്ളൂ, കുറച്ചേ ഉള്ളൂ കാപ്പി. ആ പാത്രത്തിലേക്ക് തന്നെ ഉണ്ടോ, ഇത്രയും കാപ്പിയുള്ളൂ. അതിലേക്ക് തന്നെ ഞാൻ പാലൊഴിക്കുക. ഒരു ചായയ്ക്ക് ആവശ്യമുള്ള പാൽ, 1/2 ഗ്ലാസോളം പാൽ ഞാൻ ഒഴിച്ച്. ഇനി ആ പാൽ തിളച്ച് വരുമ്പോൾ ആ പാലിനകത്തേക്ക് കാപ്പി കൂട്ടണം. പാലിപ്പോൾ തിളയ്ക്കും, വന്നുകൊണ്ടിരിക്കുക. പാൽ തിളയ്ക്കുന്നുണ്ട്. പാലൊന്ന് ഇരുന്ന് വേകട്ടെ. പാലിനൊക്കെ വേവണ്ടേ. നമ്മളത് സ്പൂൺ കൊണ്ട് ഇളക്കാനുള്ള പാലില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചുറ്റിക്കുന്നത്. ചുറ്റിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ആ പാത്രത്തിലൊക്കെ ഇങ്ങനെ അതിൻ്റെ പ്രധാന ഘടകങ്ങളൊക്കെ പാത്രത്തെ പറ്റിപ്പോകും. അതുകൊണ്ട് അതൊന്ന് ചുറ്റി കൊടുക്കുക. ഇത് പാല് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കുറച്ച് നേരമായി തിളയ്ക്കുന്നു. അത് ചുറ്റിയിട്ട് ഇനി ആ കോഫി ഇതിനകത്തേക്ക് ഒഴിക്കണം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കോഫി ഇതിലേക്ക് ഒഴിച്ചപ്പോൾ കണ്ടോ, നല്ല കോഫിയായി. ഇനി അതൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് അടിക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഷുഗറുകാർക്ക് നല്ലതാണെന്ന് പറയുന്നത് ഞാൻ ഉറപ്പായിട്ടും പറയുന്നതാണ്. ഷുഗറുകാരും അല്ലാത്തവർക്കും കഴിക്കാം.